അമ്മേ 15th ആണ് കല്യാണം, ഗുരുവായൂർ വെച്ച്. 3 ദിവസത്തെ പരിപാടിക്കും കാണണം, എല്ലാവരും വരണം. അങ്ങനെ മോൻ്റെയും കല്യാണമായില്ലേ? അല്ല ഗൗതം, അവനിപ്പോ രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് വീട്ടിൽ വരുന്നത്. അവനിപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നില്ല? അവൻ ഈ ലോകത്ത് അകപ്പാടെ സംസാരിക്കുന്നത് സണ്ണിയോട് മാത്രം. ശരി അമ്മേ, ഞാൻ ഇറങ്ങാം. ശരി. എത്തിയോ? ഞാൻ എത്തിയിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. കല്യാണമൊക്കെ കേട്ടു. 15th കല്യാണം, നിങ്ങൾ എല്ലാവരും വരണം. പിന്നെ ഗൗതം വിളിച്ച ഫോൺ എടുക്കില്ലല്ലോ. ശരിയെന്നാ. മതിയടാ, നിന്റെ അമ്മ നീര് തിന്നോണ്ടിരിക്കുക. നിനക്ക് ഇന്ന അവസാനിപ്പിച്ചു, നിനക്ക് കല്യാണം കഴിച്ചു 5 വർഷമായില്ലേ? നമുക്ക് ഓളെ പോലെ വേറെ പെൺകുട്ടി കണ്ടുപിടിച്ചാലോ? ഞാനിപ്പോ ഈ ലോകത്ത് ആകം ഇടുന്നു നിന്നോട് മാത്രം. ഇനി ഇമാതിരി കോപ്പിലെ വർത്താനായിട്ട് എൻ്റെ അടുത്തോണ്ട് വന്നോണ്ടല്ലോ. എടാ നീ ഇവിടെ നശിക്കുന്ന കണ്ടോണ്ട് പറഞ്ഞടാ കോപ്പ. ഞാൻ പിന്നെന്താ പരിപാടി? ഒന്നുമില്ല. നീ കിടന്നില്ലേ? ഇല്ല, ചേട്ടൻ എത്തിയിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും അടിച്ച് ബോധമില്ല കിടപ്പുണ്ടായിരിക്കും. എടാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന്. എന്റെ പൊന്ന് ഗൗരി, നീ അതിന് ചേട്ടനുള്ള സെന്റിമെന്റ്സ് ഒന്ന് മാറ്റി വെക്ക്. പുള്ളിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് നീ പെങ്ങളാന്ന് പോലും നോക്കാൻ അങ്ങനെ പെരുമാറും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാം, നീ ഹോസ്റ്റലിലോട്ടൊന്ന് മാറ്. എടാ നിർത്ത്, എനിക്ക് ഈ ടോക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ല. പിന്നെ എന്റെ ചേട്ടൻ എന്താ, നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിനക്ക് അവനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നീ അവന്റെ റൂം പോകുന്നു. മുറി ഇനി നിന്നോട് നിന്റെ അമ്മയെടുത്ത് പിന്നീട് എത്ര നാളായി? 2 വർഷമോ അതോ 3 വർഷമോ? ചേട്ടൻ എന്തെങ്കിലും എന്നോട് അമ്മൂടെ ഇത്ര ദേഷ്യം പറയുമോ? അവനെങ്ങനെ ഈ സിറ്റുവേഷനിൽ എത്തി നിനക്കറിയോ? ഞാൻ നിന്നോട് ഇതിനെപ്പറ്റി എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നീ ഏതറിയണം, ഏതറിയാത്തോണ്ടാ എന്നെ ചേട്ടനെങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ക്യാൻസർ പോലത്തെ അസുഖം വന്ന കൊച്ചിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവർക്ക് ക്യാൻസർ അവരുടെ കുഴപ്പമാണ്. പിന്നെ ചികിത്സിച്ചാൽ മാറുന്ന അസുഖമല്ലേ ക്യാൻസർ ഒക്കെ. ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ സമ്മതം നോക്കിയിട്ടൊന്നുമല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. നീ കെട്ടാനൊരു ആവശ്യമില്ല. അമ്മ സമ്മതിച്ചാലേ ഇല്ലേ ഞാൻ അവളെ കല്യാണം കഴിക്കും. മോളെ, നാളെ നിന്റെ സ്ഥലം വരെ വരണേ. മോളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ പോകുന്നു? മെഡിസിൻ എടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന കാര്യം ഗൗതം അറിയരുത്. മോൾക്ക് അവനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. മോളുടെ അസുഖത്തിൻ്റെ കാര്യം മോൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഗൗതമിൻ്റെ സ്വഭാവം. മോളുടെ ജീവിതം നശിപ്പിക്കുന്നു. മോളായിട്ട് എന്നെ ഒഴിഞ്ഞു പോകണം. ഇതൊരു അമ്മയുടെ അപേക്ഷയായിട്ട് കണ്ടാൽ മതി. ശരി.
എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ പഴയ പോലെ കാണാനോ സംസാരിക്കാനോ സ്നേഹിക്കാനോ പറ്റില്ല. കൊള്ളാം, നല്ല കോമഡി. അവിടെ തമാശയല്ല, ഞാൻ കാര്യമായിട്ട് പറയാ. പോയത് ഒന്നും മനസ്സിലാക്കാൻ പോയാ സീരിയസ്. നീ എന്താ പറയുന്നത്? നിന്നെ എന്തായാലും കൺവിൻസ് ചെയ്തു. അതെ, ആൾക്കാർ കൺവിൻസ് ചെയ്യുന്ന പറയാറില്ല. എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും പറയാനും ഒക്കെ അറിയാം. നീ തന്നെ ആലോചിച്ചോക്കെ, എനിക്കൊരു 100 കൂട്ടം പ്രശ്നമുണ്ട്. എത്ര നാള് ജീവിച്ചിരിക്കുന്നു എനിക്കറിഞ്ഞൂടാ. അനു, എടി ഇപ്പൊ എന്താ പ്രശ്നം നിന്റെ? അതിൻ്റെ കൂടെ ഈ സിനിമയൊക്കെ പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആളെ പ്രേമിച്ചാൽ ഞാൻ അതിലും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോത്തേയില്ല. ഓ എടി, എന്റെ പാഷനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നീയാ. നീ തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു. എനിക്കിനി നിന്റെ അടുത്തൊന്നും സംസാരിക്കാനില്ല. ഇനി മേലിൽ എന്നെ കാണാനോ സംസാരിക്കാനോ വരരുത്. അനു, എടി ഗൗരി, നിന്റെ ഫോൺ തന്നെ. എന്റെ ഫോൺ എന്തിന്? എടി കൊടുത്താ. ഗൗരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നില്ല. ഞാൻ ഇനി ഗൗതമിനെ കാണാനോ സംസാരിക്കാനോ വരില്ല. അമ്മയോട് പറഞ്ഞേക്ക്. എവിടെയാ? വീട്ടില്. എത്ര നേരം വിളിക്കുന്നത്? എന്താ കാര്യം? നീ ഒന്ന് പെട്ടെന്ന് അവൻ്റെ വീട്ടിലോട്ട് വാ. ഞാൻ ഒന്നുമില്ല അവിടെ വീട്ടിലോട്ട്. അവിടെ സൂചിച്ചിട്ടാ. ഹലോ ഹലോ ഹലോ. ഓ, ഇത്ര വലിയ ട്രാജഡി നടന്നിട്ട് പുള്ളി ഇങ്ങനെ ആയില്ലേ അത്ഭുതമുള്ളൂ. പക്ഷെ ഗൗരി, എടി ഞാൻ നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. പുള്ളിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഗൗരി, ഗൗരി, എടി സുജിത്ത് പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ട് എടുക്കണം. കാലിപ്പം അതാണ്. നിന്റെ ചേട്ടൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കറിയാലോ. അത് വിട. അമ്മ എന്തേടി? അമ്മ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നീ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാ? എടി പുറത്തുവരെ വന്നു, ഞാൻ വിളിക്കാം. ശരി.
വന്നിട്ട് ഈ മുറിക്കകത്ത് എന്ത് ചെയ്യാ? അമ്മ പറ്റി? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, എനിക്ക് തീരെ സുഖമില്ല അമ്മ. എന്തിട്ട് മോളെ? നല്ല തലവേദന. ഞാൻ കിടക്കട്ടെ. ഇന്ന് കഴിക്കടി. ഹലോ, എന്റെ സൗണ്ട് വല്ലായിരിക്കുന്നത്. ഒന്നുമില്ല. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോയാലോ? എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്. നിന്റെ മൂടോടിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എടാ, എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. ഈ മൂടും വെച്ച് ക്ലാസ്സിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നേ. ഓക്കെ ഓക്കെ, എങ്കിൽ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നല്ല മൂടോഫാണല്ലോ. ഞാൻ പറഞ്ഞത് നീ വിട്ടേക്ക്. എനിക്കറിയാം നിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നല്ല റോങ്ങാണ്. അതുപോലെ എൻ്റെ ചേട്ടനല്ലേ. ഐ എം റിയലി സോറി. അപ്പോൾ ഒന്ന് വിടടോ. നമുക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വണ്ടി എടുത്ത് 2 റൗണ്ട് അടിച്ചിട്ട് നേരെ എൻ്റെ റൂമിൽ പോവാം. ഇന്നവിടെ രാഹുവിൻ്റെ ബർത്ത്ഡേയാ? പാർട്ടിയാണ്. ആ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടലി നിന്നെ മൈൻഡ് സെറ്റാവും. ഞാൻ എന്തായാലും വരാം. പക്ഷെ നേരത്തെ കൊണ്ട. അതല്ലേലും എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഇതാണോ ബിരിയാണി? സ്പെഷ്യലാ. നിനക്ക് ഹാപ്പി ബർത്ത്ഡേ എന്റെ പേരൂടെ അങ്ങ് എഴുതില്ലായിരുന്നു. പിന്നെ അതിന്റെ ഫോട്ടോ കൂടി വെക്കായിരുന്നു. അപ്പൊ ഗ്രാൻഡ് ആയിനെ. കേക്കിലും ഇല്ലേ? ചെറിയടാ വന്നാ ഇല്ല, കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ കേക്ക് മുറിച്ചു. എപ്പോഴെങ്കിലും വന്നില്ലേ? ഏയ്, നിങ്ങൾ വരാതെ ഞാൻ മുറിക്കില്ല. വാ, കയറി വാ. എടീ ഇല്ല, വല്ലപ്പോഴും. എനിക്ക് വീട്ടിൽ പോണം. ഇവിടെ ഇരിക്കും, ഞാൻ കൊണ്ടുപോയി ആക്കാന്ന് പറഞ്ഞല്ലോ. നീ വന്നോ? എവിടെയായിരുന്നു ഇത്രയും നേരം? മോളെ, ഈ കൊച്ചിന് എന്തു പറ്റി? കോളേജിൽ പോകുന്നില്ലേ? പോകുന്നില്ല. എന്തൊരു മോളെ? ഇന്നലെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ മോന്തി ഓർപ്പിട്ടുള്ള ഇരിപ്പ്. ഗൗരി, നിനക്ക് എന്താ പറ്റിയേ? വേണ്ട. മോനോട് മിണ്ടിയിട്ട് 5 വർഷമായി. മോളാണെങ്കിൽ ഇപ്പൊ മിണ്ടുന്നുമില്ല. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്യാതെ?
nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature, and it haunts me somewhere much deeper. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? And silently, it can build and build until you finally see, whoa, എന്താ കാര്യം? it's taking over, ain't no closure, moving closer. രാവിലെ നിങ്ങൾക്കല്ലേ ഇവള് കിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്തോടാ, ഒരുത്തനും ചോദിക്കാൻ വരത്തില്ല. മോളെ, മോളിത് ആരോടും പറയണ്ട. പറഞ്ഞ മോൾക്ക് തന്നെ പ്രശ്നം. ഇങ്ങനൊന്ന് സംഭവിച്ചെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇപ്പൊ വേണ്ട. അല്ലെങ്കിലും എന്നൊന്നും തൊട്ട് കഴിഞ്ഞാൽ ആദ്യം വരില്ലെന്ന് അവർക്കറിയാം. ഇനി ഇവന്മാരെ ഇറക്കി വിടാം. എൻ്റെ പേര് രണ്ടെണ്ണം കൊടുത്തിട്ട് ഞാൻ വിടുന്നുള്ളൂ. മനസ്സിലാണ് മായ ഇവർക്ക് ചോദിക്കാൻ ആളുണ്ടെന്ന്.